വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ബിന സർക്കാര്. അപ്പൊ കേറ്റഡ് എക്സാമിനേഷൻ ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ കേറ്റഡ് അതുപോലെ NQP എക്സാമിനേഷന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ ഏത് എക്സാമിനേഷൻ എടുത്താലും നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ശിശു വികാസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പൊ ശിശു വികാസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റിൽ നമ്മൾ എന്തൊക്കെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കേണ്ടത്, അപ്പൊ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ശിശു വികാസത്തെ കുറിച്ച് പറഞ്ഞാല് ശിശു വികാസം എന്ന് പറയുമ്പോൾ വികാസം ശിശുവിൽ പല രീതിയിലാണ്. എത്രത്തിലുള്ള വികാസമാണ് ഒരു ശിശുവിൽ നടക്കുന്നത്? അപ്പൊ ശിശുവിൽ നടക്കുന്ന വികാസം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശാരീരിക ചാലക വികാസം. എന്താണ് ശാരീരിക ചാലക വികാസം? രണ്ട് എന്ന് പറയുന്നത് വൈകാരിക വികാസം. എന്താണ് വൈകാരിക വികാസം? ശാരീരിക ചാലക വികാസം എങ്കിൽ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്. രണ്ടെന്താണ് വൈകാരിക വികാസം എങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇനി ധാർമ്മിക വികാസം ഫങ്ഷണൽ ഡെവലപ്മെന്റ്. അടുത്തെന്താണ് വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇനി എന്താണ് സാമൂഹ്യപരമായ വികാസം സോഷ്യൽ ഡെവലപ്മെന്റ്. ഇനി ഭാഷാപരമായ വികാസം ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള വികസനം പല രീതിയിലുള്ള വികസനമാണ് ഒരു ശിശുവിൽ നടക്കുന്നത്. ശിശുവിൽ പല രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത്. അപ്പൊ ശിശു വളർച്ചയനുസരിച്ച് ശിശുവിൽ വികാസം പ്രാപിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കി പോകാം. ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ശാരീരിക ചാലക വികാസം. അപ്പൊ ശാരീരിക ചാലക വികാസം ഇവിടെ മനസ്സിലാക്കാം. ശൈശവം എന്ന് പറയുന്നത് ശാരീരിക ചാലക വികാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ ശൈശവ ഘട്ടത്തിലെ ശാരീരിക ചാലക വികാസമാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ജന്മത്തിൽ മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളാണ് ശൈശവവും ബാല്യം. അപ്പൊ ഈ ശാരീരിക ചാലക വികാസം എന്ന് പറയുന്നത് ശൈശവത്തിൽ നടക്കുന്ന ശൈശവ ഘട്ടത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന വികാസമാണ് ശാരീരിക ചാലക വികാസം. അപ്പൊ ഈ ശാരീരിക ചാലക വികാസത്തെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയത് ആരെന്ന് വെച്ചാൽ എലിസബത്ത് ബി ഹെർലോക്ക് ആണ്. അപ്പൊ എലിസബത്ത് ബി ഹെർലോക്ക് ആണ് ശാരീരിക ചാലക വികാസത്തെ കുറിച്ച് പഠനം നടത്തിയത്. അപ്പൊ ശിശു വികാസം എന്ന് പറയുന്നത് ശ്രേണീബന്ധിതമായി നടക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ് ശിശു വികാസം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഓർഡറിൽ നടക്കുന്ന കണ്ടിന്യൂസ് ആയ പ്രോസസ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ശിശു വികാസം എന്ന് പറയുന്നത് ശ്രേണീബന്ധിതമായി നടക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ശിശു വികാസത്തിൽ തന്നെ ശാരീരിക ചാലക വികാസത്തെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയത് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പഠനം നടത്തിയതാണ് എലിസബത്ത് ബി ഹെർലോക്ക് ആണ്. ഓർത്തു വെക്കുക. അപ്പൊ ഇനി ശാരീരിക ചാലക വികാസത്തിൽ നമുക്ക് ചില തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ചാലക തത്വങ്ങൾ? അതാണ് നമുക്ക് അത് ഇന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. എന്താണ് ചാലക തത്വങ്ങൾ? അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ശിശുവിന്റെ വികാസത്തില് ശൈശവ നിർണയ ഘട്ടത്തില് എന്ത് വികാസമാണ് കൂടുതലായിട്ട് നടക്കുന്നത്? ശാരീരിക ചാലക വികാസത്തിന്റെ ഘട്ടമാണ് ശൈശവ ഘട്ടം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതിന് നമ്മൾ എലിസബത്ത് ഹെർലോക്ക് ആണ് ശാരീരിക ചാലക വികാസത്തെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയത്. ഇനി ചാലക തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോന്നേരം നോക്കാം. അപ്പൊ നമുക്ക് ചാലക വികാസ തത്വങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ചാലക വികാസ തത്വങ്ങൾ. ആദ്യത്തെ തത്വം എന്താണ്? അധികോർജ വിനിമയത്തിൽ നിന്ന് ലഘു പ്രയത്നത്തിലേക്ക് അല്ലെങ്കിൽ പിണ്ഡത്തിൽ നിന്നും വിശിഷ്ടമായതിലേക്ക് മാസ്റ്റ് സ്പെസിഫിക് ട്രെൻഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട്, സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ പേശികളിലേക്ക് അതായത് ഗ്രോസ് മോട്ടോർ ടു ഫൈൻ മോട്ടോർ. അടുത്ത എന്താണ്? ശിരോഭാഗത്തുനിന്ന് പാദങ്ങളിലേക്ക് ഹെഡ് ടു ഫുട്ട് അല്ലെങ്കിൽ എന്താണ്? സിഫലോപോഡൽ ട്രെൻഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ശരീരത്തിന്റെ മധ്യഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തേക്ക് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ശാലക വികാസത്വങ്ങൾ. ഒന്നാമത്തെ എന്താണ്? അധികോർജ വിനിമയത്തിൽ നിന്നും ലഘു പ്രയത്നത്തിലേക്ക് അല്ലെങ്കിൽ പിണ്ഡത്തിൽ നിന്ന് വിശിഷ്ടമായതിലേക്ക് മാസ്റ്റ് സ്പെസിഫിക് ട്രെൻഡ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് ഒരു ശിശു അല്ലെങ്കിൽ ഒരു കുട്ടി ചെറുതായിരിക്കുന്ന അവസ്ഥയിൽ അവന് സന്തോഷം വരുമ്പോൾ അവന്റെ ശരീരം മൊത്തവും ഇളക്കി അവൻ ആ സന്തോഷം പ്രകടിപ്പിക്കും അല്ലെ. അവന്റെ ശരീരഭാഗങ്ങളെല്ലാം ചലിപ്പിച്ചുകൊണ്ട് അവൻ സന്തോഷം പ്രകടിപ്പിക്കും. എന്നാൽ അവന് വളർച്ച വരുന്നവർക്കും വികാസം സംഭവിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ഈ സന്തോഷം എന്ന് പറയുന്ന ഒരു ചിരിയിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അധികമായിട്ട് ഊർജ്ജം ഉപയോഗിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ പിന്നെ വളരെ കുറച്ച് ഊർജ്ജം മാത്രം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് അവിടെ വികാസം എങ്ങനെ നടക്കുന്നു? വികാസം എന്ന് പറയുന്നത് അധികോർജ വിനിമയത്തിൽ നിന്നും ലഘു പ്രയത്നത്തിലേക്ക് എത്തപ്പെടുന്നു. വികാസം എന്ന് പറയുന്നത് ചാലക വികാസത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് അധികോർജ വിനിമയത്തിൽ നിന്നും ലഘു പ്രയത്നത്തിലേക്ക് അല്ലെങ്കിൽ പിണ്ഡത്തിൽ നിന്നും വിശിഷ്ടമായതിലേക്ക് അല്ലെങ്കിൽ മാസ്റ്റ് സ്പെസിഫിക് ട്രെൻഡ്.
അതിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി എന്താണ് ശിശു അല്ലെങ്കിൽ കുട്ടി ചെറുതായിരിക്കുമ്പോൾ അവൻ സന്തോഷം പ്രകടിക്കുമ്പോൾ ശരീരം മൊത്തം കുലുക്കി ചിരിക്കുന്നു അല്ലെ. പിന്നെ അവന് വളർച്ച വികാസം സംഭവിക്കുന്നതനുസരിച്ച് അവന്റെ സന്തോഷം ഒരു ചിരിയിൽ അവൻ ഒതുക്കുന്നു. അപ്പൊ അവിടെ അധികോർജ്ജ നിമിത്തം ഊർജ്ജം കൂടുതൽ ഉപയോഗിച്ച് പ്രവർത്തികളിൽ നിന്ന് ഊർജ്ജം കുറച്ചുപയോഗിക്കുന്ന പ്രവർത്തികളിലേക്ക് വികാസം പ്രാപിക്കുന്നു. അതാണ് അധികോർജ്ജ നിമിത്തം ലഘു പ്രയത്നത്തെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ശാരീരിക ചാലക വികാസം അല്ലെങ്കിൽ ചാലക വികാസ തത്വം എന്ന് മനസ്സിലാക്കാം. അടുത്തത് സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ പേശികളിലേക്ക്. ഇപ്പൊ വികാസം പ്രാപിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? സ്ഥൂല പേശികളിൽ നിന്നും സൂക്ഷ്മ പേശികളിൽ. അതായത് വികാസം ആരംഭിക്കുമ്പോൾ ആദ്യം സ്ഥൂല പേശികളാണ് വികസിക്കുന്നത്. അതായത് സ്ഥൂല പേശികൾ നമ്മൾ കഠിനമായി ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു എന്ന് പറയുന്നതൊക്കെ നമ്മൾ സ്ഥൂലപേശി കഠിനമായി ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പൊ സ്ഥൂലപേശികളാണ് ആദ്യം അവിടെ വികസിക്കുന്നത്. അതിനുശേഷം മാത്രമേ സൂക്ഷ്മപേശികളായ, അതായത് നമ്മൾ ഒരു കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടി ആദ്യം ഓടി ചാടി എല്ലാം കളിച്ച് അങ്ങനെ ശരീരത്തിന് ആ കഠിനമായ പേശികൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തനം ചെയ്തിട്ട് അതിനുശേഷം പതുക്കെയാണ് അവന്റെ സൂക്ഷ്മപേശികൾ, അതായത് അവൻ ഇപ്പം വിരലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നു അല്ലെ, വരയ്ക്കുന്നു, എഴുതുന്നു മുതലായ സൂക്ഷ്മപേശികളുടെ സഹായത്തോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നീടാണ് വികസിക്കുന്നത് ഒരു കുട്ടിയിൽ. അപ്പൊ ആദ്യം ഏത് പേശികൾ വികസിക്കുന്നത്? സ്ഥൂലപേശികളാണ് വികസിക്കുന്നത്. സ്ഥൂലപേശികൾ വികസിച്ചതിന് ശേഷം മാത്രമേ സൂക്ഷ്മപേശികൾ വികസിക്കുന്നുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രോസ് മോട്ടോർ ടു ഫൈൻ മോട്ടോർ എന്നാണ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ലാർജ് സ്മോൾ ട്രെൻഡ് ആണ് അവിടെ നടക്കുന്നത്. അതായത് കഠിനമായി ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തതിനു ശേഷം പതുക്കെ മാത്രമേ എന്ത് പേശികൾ വികസിക്കുള്ളൂ? സൂക്ഷ്മപേശികൾ വികസിക്കുന്നുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് സ്ഥൂലപേശികളിൽ നിന്നും സൂക്ഷ്മപേശി വികാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? സ്ഥൂലപേശികളിൽ നിന്നും സൂക്ഷ്മപേശികളിലേക്ക്, അതായത് ഗ്രോസ് മോട്ടോർ ടു ഫൈൻ മോട്ടോർ. മനസ്സിലായോ? അടുത്ത നോക്കാം, ശിരോഭാഗത്തു നിന്ന് പാദങ്ങളിലേക്ക്. അടുത്ത വികാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ശിരോഭാഗത്തു നിന്ന് പാദങ്ങളിലേക്ക്, അതായത് ശിരസിൽ നിന്ന് പാദത്തിലേക്കാണ് ഹെഡ് ടു ഫുട്ട് അല്ലെങ്കിൽ സെഫലോപോഡൽ ട്രെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ ആദ്യം വികാസം പ്രാപിക്കുന്നത് എവിടെയാണ്? തലയിലാണ് വികാസം. തലയിൽ നിന്ന് വികാസം ആരംഭിക്കുന്നത്. ഇനി അതിനുശേഷം കഴുത്ത്, ഉടല്, പിന്നെ പാദം, അങ്ങനെയാണ് വികാസം പ്രാപിക്കുന്നത്. അപ്പൊ ഗർഭസ്ഥ ശിശുവിലും അതുപോലെ നവജാത ശിശുവിലും വികാസം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്കാണ്. വികാസം എന്താണ്? ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്കാണ് വികാസം പ്രാപിക്കുന്നത്. അടുത്ത് നോക്കാം, ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് വികാസം ഉണ്ടാകുന്നത്. അപ്പൊ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് വികാസം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താ? പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിന്റെ മധ്യഭാഗം വികസിച്ച ശേഷം അവിടെ നിന്ന് വികാസം എങ്ങോട്ട് പ്രാപിക്കുന്നു? വലത് ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. അത് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കാം, ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തിലേക്ക്. അതായത് ഒരു കുട്ടി വളർച്ചയുടെ കാലഘട്ടത്തിൽ ആദ്യം അവന്റെ രണ്ട് വശങ്ങൾ ഉപയോഗിച്ച് പല പ്രവർത്തികളും ചെയ്യുന്നു. പിന്നീട് എന്താണ് അവന്റെ ഒരു വശം ഉപയോഗിച്ച് തന്നെ അവന് ആ ഒരു പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ള വികാസം അവൻ പ്രാപിച്ചെടുക്കുകയും ചെയ്തു. ക്രമേണ വികാസം അത്തരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് അർത്ഥമാക്കുന്നതാണ്. അതായത് ഒരു കുട്ടി അവന്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ രണ്ട് ഭാഗം ഉപയോഗിച്ച് ചെയ്ത പ്രവർത്തികളെല്ലാം പിന്നീട് ക്രമേണ വികാസം പ്രാപിക്കുന്നതനുസരിച്ച് ഒരു ഭാഗം ഒരു വശം കൊണ്ട് തന്നെ ചെയ്തേക്കാൻ പ്രാപ്തനാകുന്നു. അതാണ് വികാസം എന്ന് പറയുന്നത്. ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക് അല്ലെങ്കിൽ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ എന്നോട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ചാലക വികാസ തത്വങ്ങൾ. എത്ര ചാലക വികാസ തത്വങ്ങൾ മനസ്സിലാക്കി? 5 ചാലക വികാസ തത്വങ്ങൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഒന്ന് അധികോർജ്ജ നിമിത്തത്തിൽ നിന്ന് ലഘു പ്രയത്നത്തിലേക്ക്, അല്ലെങ്കിൽ മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്, അല്ലെങ്കിൽ പിണ്ഡത്തിൽ നിന്ന് പിണ്ഡത്തിൽ നിന്ന് വിശിഷ്ടമായതിലേക്ക്. 2 മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്ഥൂലപേശികളിൽ നിന്ന് സൂക്ഷ്മപേശികളിലേക്ക്. സ്ഥൂലപേശികൾ വികസിച്ചതിന് ശേഷം മാത്രമേ സൂക്ഷ്മപേശികൾ വികസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഗ്രോസ് മോട്ടോർ ടു ഫൈൻ മോട്ടോർ. അടുത്ത എന്താണ്? ശിരോഭാഗത്ത് നിന്നും പാദങ്ങളിലേക്ക്, ഹെഡ് ടു ഫുട്ട് അല്ലെങ്കിൽ സെഫലോപോഡൽ ട്രെൻഡ്. മൂന്നാമത് മധ്യഭാഗത്തും വലത് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. മധ്യഭാഗത്തും വലത് വശങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. അടുത്ത എന്താണ്? വികാസം എന്ന് പറയുന്നത് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ, അതായത് ദ്വിപാർശ്വത്തിൽ നിന്നും ഏകപാർശ്വത്തേക്ക്, അല്ലെങ്കിൽ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. വികാസം പ്രാപിക്കുന്നത് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ്. എന്താണ് വിളംബിത ചാലക വികാസം എന്ന് പറയുന്നത്? മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിയെ നമ്മൾ കണക്കാക്കുമ്പോൾ ആ ഒരു കുട്ടി ഒരു പ്രായത്തിൽ നിശ്ചിത ശാരീരിക ചാലക വികാസങ്ങൾ ആ കുട്ടിയിൽ നടത്തണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അത് ചില കുട്ടികൾ, അതായത് ഒരു പ്രായത്തിലുള്ള കുട്ടികളെ എടുത്താൽ അവരിൽ എല്ലാവരിലും ഒരേ നിലവാരത്തിലുള്ള ശാരീരിക ചാലക വികാസങ്ങൾ നടക്കണമെന്ന് ഇല്ല. അപ്പൊ ചില കുട്ടികളിൽ ഈ ശാരീരിക ചാലക വികാസങ്ങൾ വളരെ വേഗത കുറഞ്ഞ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ അതിനെയാണ്
എന്താണ് ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വിളംബിത ചാലക വികാസം എന്ന് അറിയപ്പെടും. അപ്പൊ ചില കുട്ടികളിൽ ഈ ശാരീരിക ചാലക വികാസം നടക്കാൻ കാലതാമസം ഉണ്ടാകും. അതിനെയാണ് ഇത് വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വിളംബിത ചാലക വികാസം ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളായിട്ട്. ഒന്ന്, അനാരോഗ്യം. അപ്പൊ കുട്ടി ഹെൽത്തി അല്ല എങ്കിൽ ആ കുട്ടിയിൽ ഈ പറഞ്ഞ നിശ്ചിത സമയങ്ങളിൽ നടക്കേണ്ട ചാലക വികാസങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ശാരീരിക ചാലക വികാസങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്താണ്, കുട്ടി ആരോഗ്യവാനായിരിക്കും. അപ്പൊ അനാരോഗ്യം ഒരു കാരണമാണ്. ഇപ്പൊ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഒരു കാരണം, അല്ലെങ്കിൽ വിളംബിത ചാലക വികാസം ഒരു കാരണം എന്ന് പറയുന്നത് അനാരോഗ്യമാണ്. രണ്ട് നോക്കാം, ഭയം. അപ്പൊ കുട്ടിയിൽ ഭയം, എന്തെങ്കിലിനോടുള്ള ഭയമൊക്കെ ഉണ്ട്, എന്തിനെങ്കിലോടൊക്കെ ഭയം ഉണ്ടെങ്കിൽ അവിടെയും ആ ഭയം കുട്ടിയുടെ ശാരീരിക ചാലക വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ അവിടെ ഭയം എന്ന് പറയുന്നത് വിളംബിത ചാലക വികാസത്തിന് ഒരു കാരണമാണ്. രണ്ട് നോക്കാം, അഭ്യാസക്കുറവ് അല്ലെങ്കിൽ പ്രാക്ടീസിൽ കാര്യങ്ങൾ പരിശീലനക്കുറവ് അല്ലെങ്കിൽ അഭ്യാസക്കുറവ് കൊണ്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, ശാരീരിക ചാലക വികാസത്തില് കാലതാമസം അനുഭവപ്പെടുന്നു. അപ്പം സ്ഥൂല ജനങ്ങളിൽ അഭ്യസിക്കുന്ന സൂക്ഷ്മ ജനങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് അല്ലെ. അപ്പം ഇവിടെ സ്ഥൂല ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം സൂക്ഷ്മ ചലനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, സൂക്ഷ്മ ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഈ ശാരീരിക ചാലക വികാസം ശരിയായ രീതിയിൽ നടക്കുകയില്ല. അപ്പൊ സൂക്ഷ്മപേശികൾ അല്ലെങ്കിൽ സൂക്ഷ്മ ചലനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങളാണ് അഭ്യസിക്കുന്നതെങ്കിൽ അവിടെ വിളംബിത ചാലക വികാസമാണ് നടക്കുന്നത്. അപ്പൊ വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഒരു കാരണമാണ്. എന്ത്, സൂക്ഷ്മ പേശികൾ അഭ്യസിക്കുന്നു ഏതിനു മുമ്പ് സ്ഥൂല ചലനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങൾ അഭ്യസിപ്പിക്കുകയാണെങ്കിൽ, സ്ഥൂല ചലനങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ചലനങ്ങളാണ് അഭ്യസിപ്പിക്കുന്നതെങ്കിൽ അവിടെ വിളംബിത ചാലക വികാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. ഇനി തടിച്ച ശരീര പ്രകൃതിയാണുള്ളതെങ്കിൽ അവിടെ ശാരീരിക ചാലക വികാസത്തിന് സമയം ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ ഉണ്ടാകും, അല്ലെങ്കിൽ സമയം വ്യത്യാസം അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകും. അടുത്ത് നോക്കാം, ബുദ്ധി വികാസത്തിലുള്ള കുറവ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം. ബുദ്ധി വികസിക്കുന്നതിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ അതും ശാരീരിക ചാലക വികാസത്തിന് കാരണമാകുന്നു. ശാരീരിക ചാലക വികാസത്തിന് മന്ദഗതി അല്ലെ കാലതാമസത്തിന് കാരണമാകുന്നു. അപ്പൊ വിളംബിത ചാലക വികാസത്തിന്റെ മറ്റൊരു കാരണം എന്താണ്, ബുദ്ധി വികാസത്തിലുള്ള കുറവുകൾ. അടുത്ത് നോക്കാം, അഭിപ്രേരണാരാഹിത്യം അല്ലെങ്കിൽ അഭിപ്രേരണ ഇല്ലായ്മ, ഈ മോട്ടിവേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, വിളംബിത ചാലക വികാസം അവിടെ സാധ്യമാകും. വിളംബിത ചാലക വികാസം മറ്റൊരു കാരണമാണ് അഭിപ്രേരണാരാഹിത്യം, അല്ലെങ്കിൽ അഭിപ്രേരണ ഇല്ലാതിരിക്കുക, അഭിപ്രേരണ അഭാവം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്താണെന്ന് നോക്കാം. ഒന്ന്, അനാരോഗ്യം, ഭയം, അഭ്യാസക്കുറവ് അല്ലെങ്കിൽ പരിശീലനക്കുറവ്, ഉത്തേജനമില്ലായ്മ, അതുപോലെ തന്നെ സ്ഥൂല ജനങ്ങൾ അഭ്യസിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അടുത്ത തടിച്ച ശരീരം, ബുദ്ധി വികാസത്തിലുള്ള കുറവ്, അതുപോലെ അഭിപ്രേരണ രാഹിത്യം. ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ടും വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് കാരണമാകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ? നമ്മൾ മനസ്സിലാക്കിയ ശിശു വികാസത്തെ കുറിച്ച് മനസ്സിലാക്കി. ഈ ശിശു വികാസത്തിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള വികാസങ്ങൾ നടക്കുന്നത്, അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയത് ശാരീരിക ചാലക വികാസമാണ്. ശാരീരിക ചാലക വികാസം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തി എലിസബത്ത് ബി ഹെർലോക്ക് ആണെന്ന് മനസ്സിലാക്കി. ഇനി ചാലക വികാസ തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത മനസ്സിലാക്കി എന്താണ് വിളംബിത ചാലക വികാസം. വിളംബിത ചാലക വികാസം എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പൊ വിളംബിത ചാലക വികാസം ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഈ കാരണങ്ങൾ നന്നായി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള ശാരീരിക ചാലക വികാസം ഒരു കുട്ടിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് നൽകാൻ സാധിക്കും. കുടുംബത്തിനാണെങ്കിൽ ഒരു കുടുംബത്തിന് പ്രാധാന്യമുണ്ട്. ശൈശവഘട്ടത്തിലാണ് കുടുംബത്തിനാണ് അതിന്റെ പ്രാധാന്യം. ഈ കുടുംബമാണ് ഒരു കുട്ടിയുടെ ശാരീരിക ചാലക വികാസത്തിന് വേണ്ട സഹായങ്ങളൊക്കെ അല്ലെങ്കിൽ വേണ്ട കരുതലൊക്കെ നൽകേണ്ടത്. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലാണ് എടുക്കുന്നതെങ്കിൽ പ്രീ പ്രൈമറി സ്കൂളുകൾക്കാണ് പ്രധാനപ്പെട്ട അതിന്റെ ഒരു റോൾ ഉള്ളത്. മനസ്സിലായി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിളംബിത ചാലക വികാസത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ശിശു വികാസം അല്ലെ. ശിശു വികാസത്തിൽ നമ്മൾ പ്രധാനമായിട്ട് എത്ര തരം വികാസങ്ങൾ നടക്കുന്നത് മനസ്സിലാക്കി. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് ശാരീരിക ചാലക വികാസം, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് എലിസബത്ത് ബി ഹെർലോക്ക്. ഇനി പ്രധാനപ്പെട്ട ചാലക വികാസ തത്വങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വിളംബിത ചാലക വികാസം അല്ലെങ്കിൽ ഡിലേഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായും ഈ ഒരു ഫാക്ട്സ് തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇനി എക്സാംസിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമായി കാണാം. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇൻസ്പയർ ഫ്രം മീ. താങ്ക് യു.